ഹലോ. പുതിയൊരു സംശയം നമ്മുടെ ഗ്രീഷ്മ ബിപിൻ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ സബ്സ്ക്രൈബറാണ്. നമ്മളൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിനെപ്പറ്റിയും കൂടിയാണ് നിങ്ങൾ പറയാൻ പറഞ്ഞത്. വേറെ ഏതോ യൂട്യൂബ് ചാനലാണെങ്കിൽ അത് കണ്ടിട്ട് ഡൗട്ടായിട്ട് തോന്നി. അപ്പം നമ്മളും കൂടി ഒരു അങ്ങനെ ചെയ്തേക്കാന്ന് വെച്ച് ഒരു ഡൗട്ട് ക്ലിയറൻസ് ആണ്. ഓക്കെ, അപ്പം ഡൗട്ട് ചോദിച്ചത് രണ്ട് കാര്യം ആയിട്ട് പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിജിബിലിറ്റി ലെറ്റർ നമ്മൾ എടുത്തു. നമ്മൾ ദുബായിലോട്ട് വരാൻ വേണ്ടി DHA എലിജിബിലിറ്റി ലെറ്റർ നമ്മൾ എടുത്തു വെച്ചു. നമുക്ക് 1 ഇയർ നമ്മൾ കഴിഞ്ഞ് എലിജിബിലിറ്റി ലെറ്റർ എക്സ്പയർ ആയിപ്പോയി. എന്ത് ചെയ്യും? എലിജിബിലിറ്റി ലെറ്റർ നമുക്ക് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു 300 അല്ലെങ്കിൽ 250 dirhams നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എലിജിബിലിറ്റി ലെറ്റർ ജസ്റ്റ് എക്സ്പയർ ആയിട്ടേ ഉള്ളതെന്നാണെങ്കിൽ നമുക്കതിന് വീണ്ടും 1 ഇയറിലോട്ട് നമുക്ക് റിന്യൂ ചെയ്യാം. ഒരു കാര്യം. ഓക്കെ, അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളിവിടെ വന്നു, എൻ്റർ ചെയ്തു, UAE വന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി ലെറ്റർ കൊടുത്തു, നിങ്ങളുടെ ലൈസൻസ് ആയിട്ട് അതിനെ മാറ്റി വെക്കുക. ഓക്കെ, ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഓർഗനൈസേഷൻ ആണെന്നെങ്കിൽ പറയുവാണ്, നമുക്കാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യമില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളെ ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ്, മുന്നോട്ട് പോകുന്നില്ലെന്ന രീതിയിൽ ആവുകയാണ്, നിങ്ങളുടെ ലൈസൻസ് അവർ റദ്ദാക്കി മാറ്റി വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ലൈസൻസ് ആക്റ്റീവായിട്ട് തന്നെ നിലനിൽക്കും. പക്ഷേ അതിന് താഴെയാണെങ്കിൽ ഓർഗനൈസേഷൻ എടുത്ത് നല്ല ഓർഗനൈസേഷൻ എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി അപ്പോൾ ലൈസൻസ് നേഴ്സാണ്, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ജോബ് കണ്ടെത്തിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ കയറി അവരാണ്, അതായത് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അതായത് ലൈസൻസ് ആക്ടിവേറ്റ് ആക്കേണ്ടത് നിങ്ങൾ എവിടെയാണോ കയറുന്നത്, ഏത് ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ ഏത് ക്ലിനിക്കിലാണോ കയറുന്നത്, ആ ക്ലിനിക്കാണ് അവരുടെ പേരിൽ നമുക്ക് ലൈസൻസ് ആക്ടിവേറ്റ് ആക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെയും ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ എലിജിബിലിറ്റി ലെറ്ററോട് മാറ്റാനോ അങ്ങനൊന്നും പോകണ്ട. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ടാണ് നമ്മൾ ചോദിച്ചത്, എലിജിബിലിറ്റി ലെറ്ററോട് ഇനി കൺവേർട്ട് ചെയ്ത് മാറണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ സെയിം ലൈസൻസ് നിങ്ങൾ ചെന്ന് കയറുമ്പോഴത്തേക്കിനാണ് കൊടുത്താൽ അവരോട് പറഞ്ഞാൽ അവരത് ഓർഗനൈസേഷൻ്റെ രീതിയിൽ അവർ ആഡ് ചെയ്ത് എടുത്തോളും. ഓക്കെ, അവരാണ് 1020 dirhams ആണ് ഓരോ വട്ടവും, എല്ലാ വർഷവും ഇത് റിന്യൂ ചെയ്യാൻ വേണ്ടി വരുന്ന ഫീസ്. അങ്ങനെയാണ് അത് റിന്യൂ ചെയ്ത് പോകേണ്ടത്. ഇൻ കേസ് നിങ്ങളാണെങ്കിൽ ഇനിയിപ്പം ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ കാലാവധി കഴിഞ്ഞ് 1 ഇയർ ഫുള്ള് കംപ്ലീറ്റ് ആയിപ്പോയി എന്ന് വെക്കുക, അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങൾ എപ്പോഴാണോ ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾ കയറി അത് ചെയ്യുന്നത്, ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു പേയ്മെൻറ്റ്, പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പും കൂടി കവർ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങളൊരു CPD പോയിന്റും കൂടി അതിനകത്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള കാര്യമുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു ഡൗട്ട് ക്ലിയറൻസ് വീഡിയോ. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ ചോദിച്ചാൽ മതി.